കോട്ടയം ചങ്ങനാശ്ശേരിയിൽ യുവാവിനെ നടു റോഡിൽ വെട്ടി. ചങ്ങനാശ്ശേരി സ്വദേശി ഷമീറിനാണ് വെട്ടേറ്റത്. 4 പേർ ചേർന്നാണ് ആക്രമിച്ചത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നടുക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം നടു റോഡിൽ, അതും വാഹനങ്ങളൊക്കെ തടഞ്ഞ്, അല്ലെങ്കിൽ ആ റോഡിലൊക്കെ ആളുകളുള്ള സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം. ഇതാരാണ് ആക്രമിച്ചത്? ഈ പരിക്കേറ്റ യുവാവിന്റെ നില എങ്ങനെ? ഗോകുലി, ചങ്ങനാശ്ശേരി പോലീസ് സത്യത്തിൽ എന്ത് പണിയാണ് എടുക്കുന്നത് എന്ന സംശയം ഉയർത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കാരണം നടു റോഡിൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ യുവാവിനെ റോഡിലിട്ട് വടിവാൾ ഉപയോഗിച്ചാണ് വെട്ടിയത്. ചങ്ങനാശ്ശേരി സ്വദേശി ഷമീറിനാണ് വെട്ടേറ്റത്. ഇത്തരത്തിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്ന നടക്കുന്നത്. ഇതിൽ പ്രതിപ്പട്ടികയിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലീസിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുള്ളത് ഫൈസൽ, അനീഷ്, ആദിൽ, റഫീഖ് എന്നിവരാണ്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ ലഹരി ഇടപാട് കേസിൽ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ലഹരി വിൽപ്പനക്കാരാണെന്നുമൊക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പോലീസ് ഇവർക്കെതിരെ കർശനമായ നടപടിയും മുൻപ് പരാതിപ്പെട്ടിട്ടും സ്വീകരിച്ചിരുന്നില്ല എന്നുകൂടി ആക്ഷേപം ഉയരുന്നുണ്ട്. എന്തായാലും ചങ്ങനാശ്ശേരി പോലീസിനെ കൂടി നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ ഞെട്ടിക്കുന്ന ക്രൂരമായ ആക്രമണം നടന്നിട്ടുള്ളത്. തീർച്ചയായും വടിവാള് കൊണ്ട്, അതും നടുറോഡിലിട്ട്, വെളിച്ചമുള്ളിടത്ത്, ഇരുട്ടിന്റെ മറവിലൊന്നുമല്ല, അവിടെ വെളിച്ചമുള്ളിടത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. ഏതായാലും ലഹരി മാഫിയ സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം ലഭിക്കുന്നത്. ശ്രീകാന്താണ് ചങ്ങനാശ്ശേരിയിലെ അതിക്രൂര മർദ്ദനത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.